പ്രിയനായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ, എന്തു നൽകും പകരമാം തുല്യമാ ഒന്നുമില്ല നാഥനേ, എന്തു നൽകും പകരമാം തുല്യമാ ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താനെന്നെ സ്നേഹിച്ചുവല്ലോ. കിരീടവും അടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനേ. ജീവനേകും ദൈവകുഞ്ഞാടിനെ നന്ദി ചൊല്ലാൻ നാവുപോരാ. ആടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനേ. ജീവനേകും ദൈവകുഞ്ഞാടിനെ നന്ദി ചൊല്ലാൻ നാവുപോരാ. എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല നാഥനേ, എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താനെന്നെ സ്നേഹിച്ചുവല്ലോ. എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല നാഥനേ, എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താനെന്നെ സ്നേഹിച്ചുവല്ലോ. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തും നിന്റെ കൈ ഇളച്ചിരിക്കരുത്. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവത്തോടു കൂടെയുള്ള വിത ഫലപ്രാപ്തിയുള്ളത് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൊടുപ്പുറപ്പുകളെ പലപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നതോ അതിൻ്റെ കാര്യകാരണങ്ങളോ ആരും അറിയുന്നില്ല. അത് നാം അറിയായികയാൽ ദിവസം മുഴുവനും നമ്മുടെ പ്രവൃത്തിയിൽ ക്രിയാത്മകമായിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. വചനം പ്രഘോഷിക്കുന്നതും പറയുന്നതും പരത്തുന്നതും നിശ്ചയമായും ഫലകരമായ കാര്യമാണ്. തളർന്നിരിക്കാതെ ഉന്മേഷത്തോടെ നാം അത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നു.
ജീവിതത്തിൻ്റെ പ്രഭാതത്തിലും നാം വിതയ്ക്കണം. വൈകുന്നേരത്തും അടങ്ങിയിരിക്കരുത്. പ്രയത്നത്തിൽ തുടരുക. ദൈവസഭയിൽ എരിവുള്ളവരായി തീരുക. ജീവിതത്തിൻ്റെ പ്രഭാതങ്ങളിൽ വചനം വിതയ്ക്കുന്നവർ, വചനം പറയുന്നവർ കുറെ കഴിയുമ്പോൾ മടുത്തു പോവുകയും തളർന്നിരിക്കുകയും ചെയ്യാറുണ്ട്. മധ്യാഹ്നമാകുമ്പോൾ ഒരു തളർച്ച. ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഇതൊക്കെ വെറുതെ അല്ലേ? ഇത്ര നാളായിട്ടും ഒരു റിസൾട്ട് ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ. എൻ്റെ പ്രയത്നത്താൽ, എൻ്റെ പ്രാർത്ഥനയാൽ, എൻ്റെ ശുശ്രൂഷയാൽ ആരെങ്കിലും വിടുവിക്കപ്പെട്ടതോ, ആരെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടതോ ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടില്ല എന്നിങ്ങനെയുള്ള ഒരുതരം നിർവികാരികതയുടെ തളർച്ച പ്രിയരെ ബാധിക്കാറില്ലേ? അലസത ശത്രു കൊണ്ടു വിതയ്ക്കുകയാണ്, കള വിതയ്ക്കുകയാണ് എന്ന് നാം തിരിച്ചറിയുക. അലസ മനസ്സ് സാത്താന്റെ പണിപ്പുരയാണ്. പ്രിയരെ, നിങ്ങൾ വചനം പ്രഭാതത്തിൽ വിതയ്ക്കുമ്പോൾ ആ വിതയ്ക്കുന്ന വിത്തിൽ ജീവനുണ്ട്. ആ ജീവൻ പുറത്തു വരാൻ വ്യഗ്രതപ്പെടുകയാണ്. പരിവർത്തനം നടക്കുന്നുണ്ട്, അത് പുറത്തു വരും. ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, എന്നാൽ നാം അത് അറിയുന്നില്ല എന്ന് മാത്രം. ഇതിനിടയ്ക്ക് ചില കാരണങ്ങൾ രൂപപ്പെട്ടു വന്നേക്കാം. അതിൻ്റെ പുറകിലെ കാര്യങ്ങളും നാം അറിയുന്നില്ല. എന്നാൽ ഒന്ന് തിരിച്ചറിയണം, ദൈവം അറിയാതെ ഒന്നും ഇല്ല. ആകയാൽ തളർച്ച കൊണ്ട് വൈകുന്നേരത്തും വെറുതെ ഇരിക്കരുത്. വിതയ്ക്കുക. ദൈനംദിനം നാം കേൾക്കുന്ന, നാം വായിക്കുന്ന, നാം അനേകരെ കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്ന, നാം അനേകർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇപ്രകാരമുള്ള ഈ വചനത്തിൻ്റെ ചിന്തകൾ, ധ്യാനങ്ങൾ, കൂടപ്പുറപ്പുകളെ, അത് തിരുവചനത്തിൻ്റെ സത്യമാകയാൽ, സുവിശേഷത്തിൻ്റെ ആഹ്വാനമാകയാൽ, മടങ്ങിവരവിന് വേണ്ടിയുള്ള ആഹ്വാനമാകയാൽ, ദൈവത്തിൻ്റെ വേലയിൽ എരിവുള്ളവരാകുവാനുള്ള പ്രബോധനമാകയാൽ, രോഗത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് ഒക്കെയുള്ള വിടുതലും നീക്കുപോക്കും ആകയാൽ, നാം പ്രഭാതത്തിൽ ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന, അയച്ചു കൊടുക്കുന്ന, അനേകരെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈ വചനം കൂടപ്പുറപ്പെ നിങ്ങൾ കേൾക്കുകയും അനേകരിലേക്ക് കൈമാറുകയും ചെയ്യുമ്പോൾ, അനേകർക്ക് അത് അയച്ചു കൊടുക്കുമ്പോൾ, അവരത് കേട്ടു എന്ന് ഉറപ്പുവരുത്തുവാൻ താല്പര്യപ്പെടുമ്പോൾ, വർഷങ്ങളായി ഞാനിത് ചെയ്യുന്നല്ലോ, ഞാൻ ഈ വചനം കേൾക്കുക മാത്രമല്ല അനേകർക്ക് വേണ്ടി ഇത് കൈമാറുന്നല്ലോ, ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെട്ടോ, ആരെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടോ, ആരെങ്കിലും സൗഖ്യം പ്രാപിച്ചോ, ആരെങ്കിലും പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വന്നോ, ആരെങ്കിലും ശുശ്രൂഷയിൽ എരിവുള്ളവരായി മുൻപോട്ട് പോകുന്നുണ്ടോ, ഇതൊന്നും ഒരുപക്ഷെങ്കിൽ നാം അറിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, രാവിലെ തോറും നിന്റെ വിത്ത് വിതയ്ക്കുക. നീ ചെയ്യുന്നത് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുക. നീ ചെയ്യുന്നത് നല്ല കാര്യമാകയാൽ, അത് ദൈവ ഹിതമാകയാൽ, ദൈവ വചനമാകയാൽ, ആത്മാവിൻ്റെ ഉപദേശമാകിയാൽ, അപ്പോസ്തല ഉപദേശമാകിയാൽ, അത് നീ വീണ്ടും വിതച്ചുകൊണ്ടിരിക്കുക, വീണ്ടും ഇത് അയച്ചുകൊണ്ടിരിക്കുക, വീണ്ടും കേൾപ്പിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും നീ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ജീവിത സാഹചര്യങ്ങളിൽ മുൻപോട്ട് പോകുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ഞാൻ ചെയ്തതെല്ലാം വെറുതെ, ഞാൻ ചെയ്തിട്ടൊരു പ്രയോജനമില്ല എന്ന് വിചാരിച്ച് ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. ദൈവവചനം പറയുന്നു, വൈകുന്നേരത്തും നിന്റെ കൈ ഇളച്ചിരിക്കരുത്. നീ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ദൈവം അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആരൊക്കെയോ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, ആരൊക്കെയോ വിടുവിക്കപ്പെടുന്നുണ്ട്, ആരൊക്കെയോ മാനസാന്തരപ്പെടുന്നുണ്ട്, ആരൊക്കെയോ രക്ഷിക്കപ്പെടുന്നുണ്ട്, ആരൊക്കെയോ സ്നാനപ്പെടാൻ തീരുമാനിക്കുന്നുണ്ട്, സമർപ്പിക്കുന്നുണ്ട്, അവൻ ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ കർത്തൃവേലയ്ക്ക് കൊടുക്കുന്നുണ്ട്, കർത്തൃവേലക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ വലിയ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട്. ദൈവരാജ്യം വിസ്തൃതമാകുന്നുണ്ട്, സുവിശേഷത്തിന് പ്രയോജനമുണ്ടാകുന്നുണ്ട്. ആകയാൽ കൂടപ്പുറപ്പുകളെ, ജീവിത സാഹചര്യങ്ങളെ നാം നേരിടുന്ന നമ്മുടെ തളർച്ചകൾ കൊണ്ട് ജീവിതത്തിൻ്റെ വൈകുന്നേരങ്ങളിൽ വെറുതെ ഇരിക്കരുത്, വീണ്ടും വിതച്ചുകൊണ്ടിരിക്കുക. പ്രിയരെ, പ്രതീക്ഷയോടെ അധ്വാനിക്കുക. ഫലം നിങ്ങളുടെ പുറകെ വന്നു ചേരും. ഉടനെ ഫലം കാണുന്നില്ല എന്നതുകൊണ്ട് നിരാശനാകരുത്. നിങ്ങൾ ദൈവത്തോടൊപ്പമാണോ? ദൈവിക ചിന്ത കൊണ്ടും
ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടും ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള നടപ്പ് കൊണ്ടും ദൈവത്തോടൊപ്പമാണോ എന്നറിയാം. ദൈവത്തോടൊപ്പം അധ്വാനിക്കുക, ആ വഴിയെ ഫലവും വരും. അധ്വാനിയുടെ കൈയാണ് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നത്. ദൈവം തിരയുന്നതും അലസന്മാരെയല്ല, അധ്വാനികളെയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരെ നോക്കൂ. ചുങ്കം പിരിവുകാരൻ, മീൻപിടുത്തക്കാർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നവരെയാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് കർത്താവ് വിളിച്ച് വേർതിരിച്ചത്. നമ്മെ ദൈവം ജീവിത സാഹചര്യങ്ങളിൽ ഏത് മേഖലയിൽ ആക്കിയിരിക്കുന്നുവോ പ്രിയരെ, അവിടെ ധൈര്യത്തോടെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഏൽപ്പിച്ച ഉത്തരവാദിത്വം മനസ്സോടെ ചെയ്യുക. ചെയ്യുന്ന ജോലിയിൽ ഉദാസീനതയോ അലസതയോ കാട്ടരുത്. സന്തോഷത്തോടെ മനസ്സോടെ ചെയ്യുക. അങ്ങനെയെങ്കിൽ പ്രിയരെ, നിങ്ങൾ ദൈവത്തോടൊപ്പമാണ് അത് ചെയ്യുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ഇന്ന് പ്രഭാതത്തിലും ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. നിങ്ങളെ അതിനുവേണ്ടി ദൈവം പ്രോത്സാഹിപ്പിക്കുകയാണ്. ദൈവം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയുകയും അത് ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുക. നിങ്ങളത് അറിയുന്നില്ലെന്ന് മാത്രം. നിങ്ങൾ വിതയ്ക്കുന്നത് കൊണ്ട് ആർക്കൊക്കെയോ ഗുണമുണ്ടാകുന്നുണ്ട്. പ്രതിഫലം നിങ്ങൾക്കും നിങ്ങളുടെ പിന്നാലെ വിജയമായി അനുഗ്രഹങ്ങളായി കടന്നുവരും എന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വാഗ്ദത്തം നൽകിയിട്ടുള്ളത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ താല്പര്യപ്പെടുക. ആകയാൽ പ്രിയരെ, ദൈവത്തോടു കൂടെയാണ് നാമെങ്കിൽ നാം ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുന്നവൻ ഒരു ദൈവപൈതൽ. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. വിതയ്ക്കുന്നവനോട് കൂടെ ഇരിക്കുന്ന ദൈവം, അവൻ കൂടെ ഇരുന്ന് വിതയെ പരിപാലിക്കുന്നു, വളരുമാറാക്കുന്നു, ഫലം വരുമാറാക്കുന്നു. ദൈവത്തെ നമ്മുടെ കൂടെ നിർത്തി ചെയ്യേണ്ടത് നാം ചെയ്യുമ്പോൾ അത് ഫലപ്രാപ്തിയിലെത്തും. പ്രതിഫലങ്ങൾ ദൈവം ഇവിടെയും അവിടെയും നൽകി തരുവാൻ ഇടയാണ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം, ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ ഞങ്ങളെ കേൾക്കുവാൻ സഹായിച്ചതിനാൽ, ആ വചനത്തിൽ ഞങ്ങൾ ഉറയ്ക്കുവാൻ ധൈര്യപ്പെടുവാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഈ വചനം, ഈ സന്ദേശം ആരുടെയൊക്കെ കാതിൽ മുഴങ്ങുന്നുവോ, ആരൊക്കെ ഇത് ശ്രദ്ധയോടെ കേട്ട് ആമീൻ പറയുന്നുവോ, ആരൊക്കെ ഈ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നുവോ, ഈ വചനപ്രകാരം ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ, അവരൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ, ധൈര്യമുള്ളവരായി തീരട്ടെ. രാവിലെ തോറും വിതയ്ക്കുവാൻ, വൈകുന്നേരങ്ങളിൽ കൈ ഇളച്ചിരിക്കാതെ പ്രവർത്തിക്കുവാൻ, വിതയ്ക്കുവാൻ, കർത്താവേ, അതിൻ്റെ അവസാനം ഒരു വലിയ കൊയ്ത്ത് നടക്കുവാനും ഇടയാക്കണം. അതിനുവേണ്ടി താല്പര്യപ്പെടുന്ന, ശ്രമിക്കുന്ന, സമർപ്പിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉയരത്തിലെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറച്ചു കൊടുത്ത് അനുഗ്രഹിച്ച് വഴി നടത്തും. ദൈവകൃപയാൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണം, വലിയവ ചെയ്യണം. മഹത്വം അങ്ങേക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക. മാറാനാഥ. പകരം
ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദൈവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. എന്തു നൽകും പകരമാ